ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് താമസിച്ച് വരുന്ന കർത്തൃദാസൻ കുടുംബം, പ്രിയ മാതാവ്, ഈ ദേശനിവാസികളായ നിങ്ങൾക്കെല്ലാം നസ്രായനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ പുണ്യനാമത്തിൽ ഞങ്ങളുടെ വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ഈ സമയത്ത് വിശുദ്ധ ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങളിവിടെ ആയിരിക്കുകയാണ്. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ സങ്കീർത്തനങ്ങൾ 60-9 വാക്യം പറയുന്നു, ഉറപ്പുള്ള പട്ടണത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. ഇസ്രായേലിന്റെ മധുരഗായകനും ഇസ്രായേലിന്റെ പ്രവാചകനുമായിരുന്ന ഇസ്രായേലിന്റെ രാജാവുമായിരുന്ന ദാവീദ് രാജാവ് പറയുകയാണ്, ഉറപ്പുള്ള പട്ടണത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും. യെരുശലേമിൽ രാജാവായിരിക്കുന്ന മഹാരാജാവായ ദാവീദ് പറയുകയാണ്, എന്റെ പട്ടണം ഉറപ്പുള്ളതല്ല, എന്റെ രാജ്യം ഉറപ്പുള്ളതല്ല, ഈ ലോകത്തിൽ ഒരു സ്ഥലവും ഉറപ്പുള്ളതല്ല. ഉറപ്പുള്ള വേറൊരു പട്ടണമുണ്ട്, ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് എന്നെ ആർ കൊണ്ടുപോകും. എന്നാൽ ആ പുസ്തകത്തിൽ നാം തിരുവെഴുത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ഭൂമി കിടുകിടെ കീറുന്നു, ഭൂമി പൊടുപടെ പൊട്ടുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി കാവൽ മാടം പോലെ ആടുകയാണ്. എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളെ, നിങ്ങളും ഞാനും പാർക്കുന്ന ദേശം, പട്ടണം, ഭൂമി ഉറപ്പുള്ളതല്ല, അത് കിടുങ്ങുന്നതാണ്, അത് കാവൽ മാടം പോലെ ആടുന്നതാണ്. എന്നാൽ കാവൽ മാടം പോലെ ആടുകയും കിടുകിട കീറുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമേറിയൊരു ഭൂമി ഒരുക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ആമേൻ പോയിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കീറുന്ന ഈ ഭൂമിയിൽ നിന്ന്, നശിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് നശിക്കാത്തൊരു ഭൂമിയും നശിക്കാത്തൊരു